نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബിന്റെ ഒരു സിഫത്താണ് ഇഖ്തിയാർ എന്നുള്ളത്. അഥവാ അള്ളാഹു ചിലതിനെ തെരഞ്ഞെടുക്കും. അള്ളാഹു തെരഞ്ഞെടുക്കുന്നവനാണ്. മറ്റ് സിഫത്തുകൾ പോലെ തന്നെ സൃഷ്ടികളുടേത് പോലെയല്ല അവന്റെ ഒരു വിശേഷണങ്ങളും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സെലക്ഷനുകളും നടത്താറുണ്ട്. ഏറെ ആലോചിക്കുകയും പലരുമായും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത് നാം സെലക്ട് ചെയ്യുന്ന ആ സെലക്ഷൻ മോശമായി എന്ന അഭിപ്രായം നമുക്ക് തന്നെ പിന്നീട് ഉണ്ടാകാറുണ്ട്. അതിന്റെ അബദ്ധങ്ങളും അപകടങ്ങളും നമ്മൾ തിരിച്ചറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ അള്ളാഹു സെലക്ട് ചെയ്യുന്നത്, അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും മോശമാവുകയില്ല. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അത്യുന്നതങ്ങളാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, അവയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചില സമയങ്ങൾക്കും ചില വസ്തുക്കൾക്കും ചില ആളുകൾക്കുമൊക്കെ അള്ളാഹുവിന്റെ സെലക്ഷനിൽ പെടുവാനുള്ള തൗഫീഖ് ഉണ്ടായിട്ടുണ്ട്. ആഴ്ചകളിലെ 7 ദിവസങ്ങൾ ഒരുപോലെയല്ല. ദിവസങ്ങൾ എന്ന നിലയിൽ എല്ലാം ഒരുപോലെയാണ് എങ്കിലും ആ 7 ദിവസങ്ങളിൽ ഇഖ്താർ അല്ലാഹു മിനൽ അയ്യാമി യൗമൽ ജുമുഅ,
ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചക്ക് അല്ലാഹു ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പ്രത്യേകത മനസ്സിലാക്കിയ ആളുകൾ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി ജുമാക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കും. അതിന്റെ മഹത്വം അറിയാത്ത ആളുകൾ ചിലപ്പോൾ റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വല്ലയിടത്ത് നിന്ന് സമയം ചെലവഴിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് അവസാനത്തിൽ ഞാനും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് വരുത്താൻ ജുമായിലേക്ക് ഓടി വന്ന് പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നന്മ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ 12 മാസങ്ങളിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 എണ്ണമാണ്. പക്ഷേ ആ 12 എണ്ണങ്ങളിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു പവിത്രം നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേകം അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ല. ഇതേപോലെ അള്ളാഹു പ്രത്യേകം പരിഗണിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. അതിന്റെ മഹത്വം നമുക്കറിയാം. അതേപോലെ തന്നെ പവിത്രമായ സ്ഥലങ്ങളുണ്ട്, മക്കയും മദീനയും പോലെയുള്ള പുണ്യ പ്രദേശങ്ങൾ. സ്ഥലങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പള്ളികൾ. എന്നാൽ പള്ളികൾ തന്നെ എല്ലാം ഒരുപോലെയാണോ? ആ പള്ളികളിൽ 3 പള്ളികൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതിന് അല്ലാഹുവിന്റെ സെലക്ഷനിൽ പെടുവാനുള്ള തൗഫീഖ് ഉണ്ടായ പള്ളികളായി. അതുകൊണ്ട് തന്നെ ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പുണ്യമാൻ ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥയാത്രകൾ നടത്തുന്നുവെങ്കിൽ, തീർത്ഥാടനങ്ങൾ നടത്തുന്നുവെങ്കിൽ 3 പള്ളികളിലേക്ക് അത് പാടുള്ളൂ. അൽ മസ്ജിദുൽ ഹറാം, ഒന്നാമത്തേത് മക്കയിലെ പള്ളിയാണ്, മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത്തേത് മസ്ജിദുൽ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ മസ്ജിദുൽ നബവി മദീനത്തെ പള്ളിയാണ്. മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ എന്നും ഒരു തീരാത്ത കനലായി വിശ്വാസികളുടെ മനസ്സിലുള്ള ആ മസ്ജിദുൽ അഖ്സ, അള്ളാഹു അതിനെ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് വിശ്വാസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിനെയും ആദരിച്ചിട്ടുണ്ട്, പലതിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. വ്യക്തികളുടെ കൂട്ടത്തിൽ നോക്കിയാൽ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ് എങ്കിലും ആ മനുഷ്യന്മാരിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് അമ്പിയാക്കന്മാർ, നബിമാർ. ആ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് മുർസലീങ്ങൾ, റസൂലുമാർ. ആ റസൂലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകം പദവി നൽകി ആദരിച്ച ആളുകളാണ് ഉലുൽ അസ്മി മിനർ റുസുൽ, 5 നബിമാർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുള്ള ആ ഉലുൽ അസ്മി മിനർ റുസുൽ എന്ന് പറയുന്ന പ്രവാചകന്മാർ. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് തെരഞ്ഞെടുത്ത പ്രത്യേകതകൾ കൽപ്പിച്ച ദിവസങ്ങളിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. അഥവാ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഏതിനും അള്ളാഹു പ്രത്യേകമായ ശ്രേഷ്ഠതയും പരിഗണനയും നൽകിയിട്ടുണ്ട്. പടച്ചിറപ്പിന് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളാണത്. ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും, അത് അല്പനേരം നമ്മളിരുന്ന് ഖുർആൻ ഓതുന്നതാകട്ടെ, വിക്രതുമാകളിൽ ഏർപ്പെടുന്നതാകട്ടെ, തുടങ്ങി ഏത് സൽക്കർമ്മങ്ങളും മറ്റ് മാസങ്ങളിൽ മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനവും പ്രതിഫലവും ആദരണീയതയുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഏതൊരു ദിവസവും അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദിവസങ്ങളിൽ പുണ്യം ചെയ്യുന്നതിനേക്കാൾ പ്രിയങ്കരമായി പടച്ചിറപ്പിന്റെ അടുക്കലില്ല. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അതിനേക്കാൾ പടച്ചിറപ്പിന് പ്രിയങ്കരമായി ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഒരു ദിവസത്തെയും ഒരു കർമ്മവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഈ മാസത്തിലെ ഈ ദിവസങ്ങളിലെല്ലാം ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, അയാളുടെ ശരീരവും സമ്പത്തും ജീവനും തന്നെ വെച്ചുകൊണ്ടുള്ള പോരാട്ടം, അതും ഈ ദിവസങ്ങളിൽ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളെക്കാൾ ചുവട്ടിലാണോ അത് വരിക?
സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 ദിവസങ്ങളിൽ അല്ലാത്ത മറ്റ് ദിവസങ്ങളിൽ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി എന്നിരിക്കട്ടെ, അതുപോലും ഈ ദിവസങ്ങളിലെ പുണ്യകർമ്മങ്ങൾക്ക് ചുവട്ടിൽ മാത്രമേ അതിന് സ്ഥാനമുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രമാത്രം പവിത്രമായ, എത്രമാത്രം അള്ളാഹു ആദരിച്ച സൽക്കർമ്മങ്ങൾക്കുള്ള അസുലഭ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി കാണണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം ഉണർത്തി, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ മറ്റ് മാസങ്ങളിൽ, മറ്റ് ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ട ഒരാൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ഒരു മനുഷ്യൻ, അയാൾ സ്വന്തം ശരീരവും സമ്പത്തും ഒക്കെയായി പോയി, ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, അതിൽ ഒന്നും തിരിച്ചു വരാതെ, അഥവാ ആ യുദ്ധത്തിൽ പോരാടി അയാൾ ഷഹീദായിട്ടുണ്ടെങ്കിൽ, രക്തസാക്ഷി എന്നുള്ള നിലയിൽ, ഷഹീദ് എന്നുള്ള നിലയിൽ അയാൾക്കാണ് 1-ാം സ്ഥാനം. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നാം എത്ര കണ്ട് അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ ഇബാദത്തുകൾക്ക് ശ്രദ്ധിക്കുന്ന നമ്മൾ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന്റെ ഈ പ്രത്യേകതകളും പടച്ചറപ്പ് ആദരിച്ച സമയമാണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത്ര പരിഗണിക്കാൻ നമ്മിൽ പല ആളുകളും ജാഗ്രത കാണിക്കാറില്ല എന്നത് വസ്തുതയാണ്. സത്യത്തിൽ പണ്ഡിതന്മാർ എത്ര കണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നറിയുമോ? പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്ന് നമുക്കറിയാം. ലൈലത്തുൽ ഖദറുള്ള ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന് വേണ്ടി നീക്കിവെച്ച ദിവസം, ആ ദിവസങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ആ പുണ്യങ്ങളെ വെച്ചുകൊണ്ട് ഈ 2 10കളിൽ ഏതാണ് അഫ്ളൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ദീർഘമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൽ ഈ 2 തരത്തിലുള്ള ഹദീസുകളെയും തെളിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമാണ്. ഇന്ന അയ്യാമ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ. പകൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 ദിവസത്തെ പകലിനേക്കാൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പകലുകൾക്ക്, രാവുകൾക്ക് പ്രത്യേകതയുണ്ട്. വലയാലിൽ അശ്രി മിൻ റമദാൻ. എന്നാൽ രാത്രിയെ പരിഗണിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ് അഫ്ളൽ മിൻ ലയാലിൽ അശ്രി മിൻ ദിൽഹിജ്ജ. ദിൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ രാത്രികളേക്കാൾ ശ്രേഷ്ഠം. ഇങ്ങനെ 2 തെളിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ റമദാനിനേക്കാൾ പുണ്യമുണ്ട്, റമദാനിലെ ദിവസങ്ങളേക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പുണ്യത്തിന്റെ ദിവസങ്ങളാണ്, സമയങ്ങളാണ് എന്ന് കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ നാം ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്വതക്ക, ഒരു ദാനമാർഗ്ഗങ്ങളും ചെയ്യുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ദിക്റുകളോ ദുആകളോ ഖുർആൻ പാരായണമോ എന്തെങ്കിലുമൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നന്മകൾ നമ്മൾ അധികരിപ്പിക്കുന്നുവെങ്കിൽ, ചെയ്യുന്നുവെങ്കിൽ റമദാനിൽ നമ്മൾ അത് ചെയ്തതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ദിവസങ്ങൾക്ക് അള്ളാഹു ഇത്രമാത്രം പുണ്യം നൽകുവാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാത്ത് ഫീഹി. ഈ ദിവസങ്ങളിലാണ് അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയ ഇബാദത്തുകൾ എല്ലാം സംഗമിക്കുന്നത്. ബാക്കി ഏത് സമയങ്ങളിലും സംഗമിക്കാത്ത ഹജ്ജ് ഈ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അറഫ ദിവസം, അറഫയിൽ ഹാജിമാരെല്ലാവരും സമ്മേളിക്കുന്ന അതുല്യമായ പടച്ചിറപ്പിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായ ആ സന്ദർഭവും സാഹചര്യവും ഈ ദിവസങ്ങളിലേ ഉള്ളൂ, അത് റമദാനിലില്ല. ഇങ്ങനെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ സലഫു സ്വാലിഹീകളും അത് ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹുവിന്റെ സെലക്ഷൻ, അൽ ഇഖ്തിയാർ, അള്ളാഹ് തെരഞ്ഞെടുത്തതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാഷയിൽ അതിന്റെ അർത്ഥം അത്തഫ്ളീൽ വൽ ഇന്തിഖാ വൽ ഇസ്തിഫാ. പടച്ചറബ് അതിന് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്, ആദരവ് നൽകിയിട്ടുണ്ട്, അതിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതിനോട് നമുക്കും ഒരു ആദരവ് ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ മഹത്വങ്ങൾ അംഗീകരിച്ച് അതിൽ ഉപയോഗപ്പെടുത്തുവാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ മനസ്സ് വെക്കേണ്ടതുണ്ട്. ആ സമയവും സന്ദർഭവും ഒക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ ആയുസ്സിൽ എത്ര തവണ അങ്ങനെയൊക്കെ കിട്ടിക്കൊള്ളണമെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ആദരവ് കൽപ്പിക്കാത്ത
സമയത്തെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയും ഒക്കെ പ്രത്യേകത കൽപ്പിച്ച് ആദരിക്കലും ബഹുമാനിക്കലും അത് വിദ്യാർത്ഥിന്റെ രീതിയാണ്. അള്ളാഹു പുണ്യം കൽപ്പിച്ച സമയത്തിന് പുണ്യമുണ്ട്. അള്ളാഹ് പുണ്യം കൽപ്പിച്ച പ്രത്യേകത കൽപ്പിച്ച സ്ഥലത്തിന് ആ പ്രത്യേകതയും പവിത്രതയും ഉണ്ട്. അള്ളാഹു മഹത്വം കൽപ്പിച്ച വ്യക്തികൾക്ക് മഹത്വമുണ്ട്. അല്ലാത്ത തരത്തിൽ നമ്മളായിട്ട് വേറെ ചില ആളുകൾക്ക് ചില സമയങ്ങൾക്ക് ചില വസ്തുക്കൾക്ക് പുണ്യവും പവിത്രതയും ആദരവും ഒക്കെ കൽപ്പിക്കുന്നുവെങ്കിൽ അത് പടച്ചറപ്പിന്റെ അവകാശത്തിൽ അധികാരത്തിൽ നമ്മൾ കൈകടത്തലാക്കുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മതത്തിൽ നമ്മുടെ വക കടത്തിക്കൂട്ടലാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന ലഹുമുൽ ഖിയറ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഖസസിലെ 68-ാമത്തെ ആയത്തിൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മാ കാന ലഹുമുൽ ഖിയറ. സൃഷ്ടികളായ ആർക്കും സ്വന്തമായി ഒരു പ്രത്യേകതയും പവിത്രതയും നൽകി ഒന്നിനെ സെലക്ട് ചെയ്യാൻ പടച്ചിറപ്പിന്റേതുപോലെയുള്ള അധികാരം ആർക്കുമില്ല. നമ്മുടെ മുമ്പിൽ എല്ലാ ദിവസങ്ങളും ഒരുപോലെയാണ്. നമ്മുടെ മുമ്പിൽ എല്ലാ ആളുകളും ഒരുപോലെയാണ്. അള്ളാഹു പ്രത്യേകത കൽപ്പിച്ച ദിവസങ്ങൾക്കും പ്രത്യേകത കൽപ്പിച്ച ആളുകൾക്കും പ്രത്യേകത കൽപ്പിച്ച സ്ഥലങ്ങൾക്കുമല്ലാതെ നമുക്ക് സ്വന്തമായി ഒന്നിനെയും പ്രത്യേകതകൾ നൽകി അതിൽ നിന്ന് വേറിട്ട് അതിനൊരു ആദരവ് കൽപ്പിക്കുവാനുള്ള അവകാശമില്ല എന്നർത്ഥം. വിദ്യാർത്ഥികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മിൻ ഐന ഉഹ്രിക്. ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ, മദീനയിലെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്രിം മിൻ ഹൈതു അഹ്റമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നാണോ ഇഹ്റാമിൽ പ്രവേശിച്ചത് അവിടെ നിന്ന് ഇഹ്റാം കെട്ടി ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടണം. അപ്പോൾ അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഅആദ അലൈഹി മിറാറൻ. പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ എവിടുന്ന് ഇഹ്റാം കെട്ടണം? എന്നിട്ട് അയാൾ ചോദിച്ചു, ഫഇൻ സിദ്തു അലാ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിച്ച സ്ഥലം എനിക്കറിയാം, ദുൽഹുലൈഫ. ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്ത് നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വല്ല തകരാറുമുണ്ടോ എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ ഇമാം അവറുകൾ പറഞ്ഞു കൊടുത്തു, ഫലാ തഫ്അൽ. അങ്ങനെ നീ ചെയ്യരുത്. ഫഇന്നി അഖാഫു അലൈക്കൽ ഫിത്ന. അത് വലിയൊരു ഫിത്നയാകും, അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു കുഴപ്പം, ഒരു പരീക്ഷണമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, വമാ ഫീ ഹാദിഹി മിനൽ ഫിത്ന. ഇതിൽ എന്ത് ഫിത്നയാണ് വരാനിരിക്കുന്നത്? ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹ. കുറച്ചു ദൂരം, കുറച്ച് മൈലുകൾ ഞാൻ അധികരിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ, അതിലെന്താണ് തകരാറ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞത്, ഖാല അല്ലാഹു തആല ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്ത്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പേടിച്ചുകൊള്ളട്ടെ, ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന. അവർക്ക് വല്ല ഫിത്നയും ബാധിക്കുന്നതിന്. ഔ യുസീബഹും അദാബുൻ അലീം. അല്ലെങ്കിൽ പടച്ചറപ്പിന്റെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷ വല്ലതും അവരെ തേടി വരുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, വഅയ്യു ഫിത്നത്തിൻ ഫീ ഹാദാ. ഇതിലെന്താണ് തകരാറ്, എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅയ്യു ഫിത്നത്തിൻ അഅലമ മിൻ അൻ തറാ അന്നക അസബ്ത ഫളൻ ഖസ്സറ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടില്ലാത്തൊരു പുണ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ശ്രേഷ്ഠതയും ഒരു മഹത്വവും നിനക്ക് കിട്ടി എന്ന് നീ വിചാരിക്കരുത്. അതല്ല വിദഅത്തിന്റെ ആളുകളെല്ലാം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും അത് നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഏറ്റവും വലിയ ഫിത്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെട്ട ഒരു പുണ്യം എനിക്ക് കിട്ടി എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് തന്നെയാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ നിശ്ചയം, അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കൽ, അൽ ഇഖ്തിയാർ വൽ മശീഅ, അത് പടച്ചറപ്പിന്റെ മഹത്വമാണ്, മറ്റാരുടെയും പോലെയല്ല. ലിഅന്നഹു ഹുവൽ അഅല വഅഅലം വഅഹകം.
കാരണം പടച്ചറപ്പ് എന്തെങ്കിലും ഒന്നിന് പ്രത്യേകത നൽകിയിട്ടുണ്ടെങ്കിൽ, ആദരവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്യുന്നതനാണ്, അവനെല്ലാം അറിയുന്നവന്, അവൻ ഏറ്റവും നല്ല വിധി കൽപ്പിക്കുവാൻ കഴിവുള്ളവന്. നമ്മുടെ വിധികളിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ അറിവിലും തീരുമാനങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള ന്യൂനതകളും കുറവുകളും ഉണ്ടാകും. അതുകൊണ്ട് പടച്ചറപ്പ് അംഗീകരിച്ചതിനെ അംഗീകരിക്കുവാനും ആദരിക്കുവാനുമുള്ള മനസ്സ് നമുക്ക് വേണം. അള്ള അംഗീകരിക്കാത്ത, അള്ള പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ഒന്നിനെ നമ്മുടെ വക ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതും അപകടകരമായ സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഖ്തിയാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതുമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് നടക്കാതെ പോകാറുണ്ട്, ഇല്ലേ? നമ്മൾ ഉദ്ദേശിച്ച കോഴ്സ് പഠിക്കാൻ സാധിക്കാത്ത നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച സ്ഥാപനങ്ങളിൽ അവർക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച ജോലി നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രത്യേകമായി ആഗ്രഹിച്ച് അധ്വാനിച്ച യാത്ര മുടങ്ങിപ്പോകുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതും പടച്ചറപ്പ് ഉദ്ദേശിക്കാത്തതുമായ ചില കാര്യങ്ങൾ, അവിടെ മനസ്സ് തകർന്നു പോകുന്ന, വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന, കരച്ചിലും തളർച്ചയുമായി കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അള്ള എന്തുദ്ദേശിച്ചോ അതാണ് നടക്കുക. അള്ള ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. അത് വിശ്വാസിയുടെ അഖീദയാണ്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ് ഖളാഇന്റെയും ഖദറിന്റെയും ഭാഗം. അതുകൊണ്ട് അള്ള എനിക്ക് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, അത് പടച്ചറപ്പ് എനിക്ക് കണക്കാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെടുക എന്നല്ലാതെ അതിൽ അസ്വസ്ഥത വേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, ഇഖ്തിയാറുല്ലാഹി ലിൽ അബ്ദ്, അള്ളാഹു തന്റെ അടിമക്ക് തെരഞ്ഞെടുത്തു കൊടുക്കുന്നത് ഖൈറുൻ മിൻ ഇഖ്തിയാരിൽ അബ്ദി ലിനഫ്സിഹി, ഒരടിമ സ്വന്തത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും പടച്ചറപ്പിന്റേത്. അതുകൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഖൈറാണോ ശർറാണോ ആ വിഷയത്തിൽ നമുക്കുണ്ടാകുന്നത്, അത് നമുക്ക് ഗുണകരമാണോ ദോഷമാണോ എന്നുള്ളത് നമ്മേക്കാൾ അറിയുന്നവൻ നമ്മുടെ റബ്ബാണ്. അതേപോലെ തന്നെ അവനാണ് അതിലെ ഖൈറിനെയും ശർറിനെയും തീരുമാനിക്കുന്നവൻ, നിശ്ചയിക്കുന്നത്. അവനാണ് നമ്മേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ മറ്റാരേക്കാളും നമ്മളോട് കരുണയും വാത്സല്യവും കനിവുമുള്ളവൻ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന അതിന്റെ നിമിത്തങ്ങൾ, കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച്, പടച്ചവനെ സംബന്ധിച്ച് നല്ല വിചാരങ്ങൾ മാത്രം നമുക്കുണ്ടാകാം. ഞാൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടും അള്ള എന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ആരും പരിതപിക്കേണ്ടതില്ല. ഞാൻ ഈ ഇബാദത്തുകൾക്കില്ല, നന്മയിലില്ല എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രതിഷേധിക്കേണ്ടതില്ല. റബ്ബ് എനിക്ക് എന്തോ വലിയ ഖൈറതിൽ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് പോസിറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഖൈർ എന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്ത് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ സദാ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. അള്ളാഹു പറഞ്ഞു, വഅസാ അൻ തക്റഹു ശൈഅ, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാകും, വഹുവ ഖൈറുൻ ലക്കും, അതായിരിക്കും സത്യത്തിൽ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. വഅസാ അൻ തുഹിബ്ബു ശൈഅ, വേറെ ചിലത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും, ഇഷ്ടപ്പെടുന്നുണ്ടാകും. വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും, ദോഷമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനെ അറിയുള്ളൂ. ഭാവി എന്താണ്, അതിലെ ഖൈർ എന്താണ്, അതിലെ ഗുണദോഷങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് പടച്ചറപ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വലാത്തുൽ ഇസ്തിഖാറ. ഏതൊരു കാര്യത്തിലും സ്വഹാബത്ത് പറഞ്ഞത് ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്ന്. ഏതൊരു വിഷയത്തിലും, അത് ആ ബിസിനസ് തുടങ്ങണോ, ആ ബന്ധം നമുക്ക് പിടിക്കണോ, ആ വിവാഹം നടക്കണോ, ആ കോഴ്സിൽ നമ്മൾ ചേരണോ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഏത് വിഷയത്തിലും നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വുദൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, അല്ലാഹുവേ നിന്റെ ഇൽമിനെ, നിന്റെ അറിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു.
നിന്റെ ശക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എനിക്ക് അറിവില്ല, എനിക്ക് ശേഷിയില്ല, ഈ വിഷയത്തിൽ ഖൈറാണെങ്കിൽ അതെനിക്ക് അടുപ്പിച്ചു തരണേ. ഇതിൽ ഷർറാണെങ്കിൽ എന്റെ ദുനിയാവിലും എന്റെ ആഖിറത്തിലും ഇത് ദോഷകരമാണെങ്കിൽ എന്നെ അതിൽ നിന്നും അതിനെ എന്നിൽ നിന്ന് നീ അകറ്റി എവിടെയാണോ ഖൈറുള്ളത് അതിലേക്ക് എന്നെ എത്തിക്കുകയും അതെന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുന്ന ദുആകളിൽ ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഹയ്യും ഖയ്യൂമുമായ പടച്ച റബ്ബേ, ഞാൻ നിന്നോട് അസ്തഗീർ, നന്മകൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി തേടുകയാണ്. അതുകൊണ്ട് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണ് ഇമവെട്ടുന്ന ആ നിസാരമായ ചുരുക്കം സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ, എല്ലാം നീ ഏറ്റെടുത്ത് ഭംഗിയാക്കി നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ അറിയുക, ആ പടച്ചറബ് നിശ്ചയിച്ചതുപോലെ സമയത്തിന്റെയും സന്ദർഭങ്ങളുടെയും പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുവാൻ, പരലോകത്തേക്കുള്ള സമ്പാദ്യമാക്കി മാറ്റുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ബലികർമ്മം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അതിന് ഉദ്ഹിയ്യത്തിന് ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളുണ്ട്. സാമ്പത്തികമായി ശേഷിയുണ്ടായിട്ടും ഒരാൾ ഉദ്ഹിയ്യത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, അവര് പെരുന്നാൾ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വരേണ്ടതില്ല എന്നുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണോ സാമ്പത്തിക ശേഷിയുള്ള ഒരാളിനെ വാങ്ങി അറുക്കാൻ കഴിയുന്ന ആളുകൾ അള്ളാഹു ആദരിച്ച ആ പുണ്യം, ആ ദിവസത്തിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ഉദ്ഹിയ്യത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സന്ദർഭമാണ്. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് അറുക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ, അതിന് നിയ്യത്താക്കിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ കാന ലഹു ദബ്ഹുൻ യദ്ബഹുഹു, ഒരാൾ പെരുന്നാളിന് ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അഥവാ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആ പുണ്യകർമ്മത്തിൽ ഭാഗവാക്കാകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫൈദാ അഹല്ല ഹിലാലു ദിൽഹിജ്ജ, ദിൽഹിജ്ജ മാസത്തിലെ മാസപ്പിറവി സംഭവിച്ചു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ, ഫലാ യഅഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അൾഫാരിഹി ശൈഅൻ ഹത്താ യുദഹി, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അയാളുടെ നഖവും മുടിയും ഒന്നും എടുക്കാതെ, നീക്കം ചെയ്യാതെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ചെയ്യുന്നത് പോലെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല, അങ്ങനെയുള്ളതൊന്നും ഇവിടെ ബാധകമല്ല. ഈ 2 കാര്യവും, നഖവും മുടിയും നീക്കാൻ പിന്നെ ദുൽഹിജ്ജ 1 മുതൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെയും ആ ആളുകൾ അത് ചെയ്യാതെ മാറിയിരിക്കണം, അത് ശ്രദ്ധിക്കണം എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ആ ഹദീസ് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാൻ ഒന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഏതാണ് കാര്യം? വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയും മഹത്വവും. അത് ആദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.
അവസാനം വൈകി വരുന്ന ആളുകളാണെന്ന് കേൾക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു ആദരിച്ച ദിവസമാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം. ആ ദിവസം അള്ളാഹു നമുക്ക് 2 റക്അത്ത് നമസ്കാരത്തിന് മാത്രമല്ല ഒരു ഖുതുബയും അതിന്റെ ഭാഗമായി തന്നെ നിശ്ചയിച്ചത്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ചയുടെ ഇടയിലുള്ള ചെറുദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പള്ളി കവാടങ്ങളിൽ വാതിൽക്കൽ നിന്നുകൊണ്ട് നമ്മുടെ പേരുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് രേഖപ്പെടുത്തി സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിലൊക്കെ അമാന്തിച്ച് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ച് ദുനിയാവിന്റെ കാര്യത്തിന് പോലുമല്ലാതെ അനാവശ്യമായ സംസാരങ്ങളിലും കളിവിനോദങ്ങളിലും സമയം ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അവരുടെ ആയുസ്സാണ് നഷ്ടപ്പെടുത്തുന്നത്, പരലോകത്തേക്കുള്ള പുണ്യത്തിന്റെ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നത് ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എത്രയോ ആളുകൾ വെള്ളിയാഴ്ചയാണ് ജുമാക്ക് പോകണമെന്ന് അറിയാം, പക്ഷേ നമ്മുടെ പള്ളിയിൽ ഖുതുബ തുടങ്ങുമ്പോൾ ഒരു 2-3 സഫ് മാത്രമേ ഉണ്ടാവും. ജുമാ നമസ്കാരത്തിന്റെ മുമ്പാകുമ്പോഴേക്കും പള്ളി നിറഞ്ഞ് ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുവാനും അതിന്റെ പുണ്യം നേടിയെടുക്കുവാനും നമുക്ക് മനസ്സുണ്ടാകണം. ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മകൾ സ്വീകരിച്ച് അള്ളാഹു പൊരുത്തപ്പെടുന്ന പാതയിലൂടെ സഞ്ചരിച്ച് പടച്ചറപ്പിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പള്ളിയിൽ ജുമാക്കും ഒക്കെ വരാറുള്ള ഒരു സഹോദരനാണ് ഷമീം സാഹിബ്. അദ്ദേഹം ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനാവുകയാണ്. നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഓരോരുത്തരും രോഗികളായി അതേപോലെ മറ്റു പല പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെയും ജീവിതത്തിലെ സുസ്ഥിതിയെയും ഒക്കെ കുറിച്ച് ഓർക്കുകയും റബ്ബിനെ ശുക്ർ പറയാൻ, നന്ദി പ്രകടിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷമീം സാഹിബിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി പരിപൂർണമായ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് നീക്കിക്കൊടുത്ത് സന്തോഷവും സമാധാനവും നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.